ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ രണ്ടാമത്തെ എപ്പിസോഡാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഗൂഗിൾ ഷീറ്റിൽ എങ്ങനെയാണ് നമുക്ക് എക്സൽ ഷീറ്റിനേക്കാളും വേഗത്തിലും അതുപോലെ തന്നെ കൂടുതൽ പ്രൊഡക്ടിവിറ്റിയിലും കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഗൂഗിൾ ഷീറ്റിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അറിയാവുന്നവർക്ക് ഇതൊരു അത്ര വലിയ കാര്യമായിട്ട് തോന്നത്തില്ല, എങ്കിലും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് വീഡിയോ എല്ലാവരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ വീഡിയോ പോയി കാണുക, എപ്പിസോഡ് 1. ഇനി അത് കണ്ടിട്ടേ നമ്മൾ സെക്കൻഡ് വീഡിയോ കണ്ടിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വീഡിയോ എല്ലാവരും അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ താഴെ കൊടുത്തേക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുക. ഇനി പ്രധാനമായിട്ടും പറയാനുള്ളൊരു കാര്യം, എൻ്റെ ഇതേപോലത്തെ വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ മെയിനായിട്ട് പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഗൂഗിൾ ഷീറ്റിലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതിലെങ്ങനെയാണ് കോളംസ് ആഡ് ചെയ്യുന്നതെന്നും റോ ആഡ് ചെയ്യുന്നതെന്നും ബോർഡർ കൊടുക്കുന്നതെന്നൊക്കെ നമ്മൾ നോക്കി. ഇന്ന് നമ്മൾ അതിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ഡ്രോപ്പ് ഡൗൺ പേജ് അല്ലെങ്കിൽ ഡ്രോപ്പ് ഡൗൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഫ്രീസ് ചെയ്യുന്നത്, വ്യൂ ചെയ്യുന്നത്, പിന്നെ ഒരു ന്യൂ ഷീറ്റ് അടുത്തതായിട്ട് ന്യൂ ഷീറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത്, ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ഷീറ്റിൽ നമ്മൾ സീരിയൽ നമ്പർ, നെയിം, ഏജ്, ലൊക്കേഷൻ, പിന്നെ സ്റ്റാറ്റസ് എന്ന് പറയുന്നൊരു കോളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വെറുതെ ചുമ്മാ ഒരു നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ തന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന പേജിൽ അല്ലെങ്കിൽ ഈ കോളത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഇൻസേർട്ട് ചെയ്യാം. ഇവിടെ ഇൻസേർട്ടിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് ചെക്ക് ബോക്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ചെക്ക് ബോക്സിൻ്റെ ഒരു ഇത് വരും. അപ്പം നമുക്ക് എന്തെങ്കിലും കാര്യം, ഓക്കെ അയാളുടെ സ്റ്റാറ്റസ് ഇന്നാണ് അല്ലെങ്കിൽ ഔട്ടാണ് എന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് ചെക്ക് ബോക്സ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഇത് നമുക്ക് താഴേക്ക് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ചെക്ക് ബോക്സ് എല്ലാം താഴോട്ട് നമുക്ക് ആ സൈഡിലത്തെ ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഇതിലോട്ടും നമുക്കതങ്ങനെ കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് ഡ്രോപ്പ് ഡൗൺ ആണ്. ഡ്രോപ്പ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നമുക്ക് 2 ഓപ്ഷനോ 3 ഓപ്ഷനോ 4 ഓപ്ഷനോ ഇനി എത്ര ഓപ്ഷൻ വേണമെങ്കിലും നമുക്കിവിടെ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്ന ടൈമിൽ തന്നെ ഒന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ ഇതേപോലെ ഒരു ഡേറ്റ വാലിഡേഷൻ റൂൾസ് എന്ന് പറയുന്നൊരു പോപ്പപ്പ് ഇവിടെ വരും, അല്ലെങ്കിൽ ഒരു വിൻഡോ നമുക്കിവിടെ വരും. അപ്പോൾ ഇവിടെ ഇതിൽ നമ്മൾ ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും പ്രസൻറ്റ് എന്ന് കൊടുക്കാം. അതിന് നമുക്ക് വേണമെങ്കിൽ ഒരു കളർ കൊടുക്കാം, ഗ്രീൻ. ഓപ്ഷൻ 2ൽ ആബ്സെൻറ്റ്, അത് നമുക്ക് റെഡിലും കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ട 2 ഓപ്ഷനായിട്ട് വരും. അതിൽ നമുക്ക് പ്രസൻറ്റ് കൊടുക്കാം. ഇനി ഈ കോളം നമുക്ക് താഴോട്ട് കൊണ്ടുവരണമെന്നതിന് വേണ്ടിയിട്ട് ഇത് താഴോട്ട് വലിച്ചാൽ മതി. ഓക്കെ, ഇനി അതിൽ നമുക്ക് വേണമെങ്കിൽ പ്രസൻറ്റ്, ഇവിടെ ആബ്സെൻറ്റ്, അപ്പോൾ ഇത് പ്രസൻറ്റ്. ഇനി ഇതിനെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് Ctrl+C ക്ലിക്ക് ചെയ്ത് ഈ ഡ്രോപ്പ് ഡൗൺ കോളത്തിലേക്ക് നമുക്ക് കൊണ്ടുവന്ന് അത് പ്രസൻ്റ് ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രോപ്പ് ഡൗൺ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കി, അതുപോലെ തന്നെ ചെക്ക് ബോക്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കി. ഇപ്പോൾ ഇത് നമുക്ക് താഴോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കോളത്തിലും അത് വരും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി നമുക്ക് കുറച്ച് കോളങ്ങൾ ഫ്രീസ് ചെയ്യണമെന്നിരിക്കട്ടെ. ഉദാഹരണത്തിന് എ കോളം, ബി കോളം നമുക്ക് ഫ്രീസ് ചെയ്യണം. ഫ്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എയും ബിയും നമ്മൾ കൺട്രോളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എയിലും ബിയിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 കോളം നമുക്ക് സെലക്ട് ആവും. അതിനുശേഷം ഈ വ്യൂവിൽ വന്നിട്ട് ഫ്രീസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കണ്ടോ അപ് ടു ബി കോളം വരെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീസ് ചെയ്യാനായിട്ട് പറ്റും.
അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ബി കോളം വരെ നമുക്കവിടെ ഫ്രീസ് ആയിട്ടിരിക്കും. ബാക്കി കോളങ്ങൾ നമുക്ക് ഇങ്ങോട്ട് നീക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരുപാട് ലെങ്ത് ഉള്ള കോളങ്ങളാണെങ്കിൽ ഇത് വളരെ ഹെൽപ്പുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഇനി അത് അൺഫ്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിളാണ്. ആ കോളങ്ങൾ സെലക്ട് ചെയ്യുക, ഇവിടെ അൺഫ്രീസ് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അൺഫ്രീസ് കോളംസ് കൊടുത്താൽ അത് അൺഫ്രീസ് ആയി. അപ്പോൾ എങ്ങനെയാണ് ഫ്രീസ് ചെയ്യുന്നതെന്നും നമ്മൾ ഇതിൽ കൂടെ പഠിച്ചു. ഇനി അടുത്തതായിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ന്യൂ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊരു ഷീറ്റാണ്, ഇതിപ്പോൾ ഷീറ്റ് 1 എന്ന് നമ്മൾ കൊടുത്തു. ഇനി അടുത്ത ഒരു ഷീറ്റ് നമുക്കിവിടെ ഒരുപാട് ഷീറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്ലസ് ചിഹ്നമുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷീറ്റ് 2 ആഡായി. ഓക്കെ, അതിൽ നമുക്ക് ഇതേപോലെ തന്നെ ഡേറ്റകൾ കൊടുക്കാനായിട്ട് പറ്റും. അടുത്ത് വീണ്ടും പ്ലസ്സിൽ നിൽക്കുമ്പോൾ ഷീറ്റ് 3 ആഡായി, ഷീറ്റ് 4, ഷീറ്റ് 5, ഷീറ്റ് 6, അങ്ങനെ എത്ര ഷീറ്റ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ ഷീറ്റിലാണ്. ഇനി ഈ ഷീറ്റ് 1, 2, 3, 4, 5, 6 എത്ര ഷീറ്റുകൾ ആയി കഴിഞ്ഞാലും ശരി, ഈ ഗൂഗിൾ ഷീറ്റിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ലിങ്കാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഷീറ്റിൽ കയറുന്നതിന്, നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ ഷീറ്റ് കയറുന്നതിന് യാതൊരു പെർമിഷൻ്റെ ആവശ്യമില്ല. മറ്റൊരാൾ ഈ ഷീറ്റിലേക്ക് കയറുന്നതിന് അയാൾക്ക് നമ്മൾ പെർമിഷൻ ഇനേബിൾ ചെയ്ത് കൊടുത്താലേ അവർക്കത് കയറാൻ പറ്റും. പിന്നെ മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് നമുക്കിതിൽ കാണാൻ പറ്റും ഇത്ര ദിവസം നമ്മൾ ഇന്നലെ അപ്ഡേറ്റ് ചെയ്തത്, ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തത്, എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ അറിയാൻ പറ്റും. അതാണ് ഗൂഗിൾ ഷീറ്റിൻ്റെ മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും വെച്ച് ഒരു തെറ്റ് പറ്റിപ്പോയി, അല്ലെങ്കിൽ ഒരാൾ ചെയ്തത് തെറ്റാണ്, തെറ്റ് പറ്റിപ്പോയി, നമ്മുടെ ഷീറ്റിനത് പ്രശ്നമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ആ തെറ്റ് മനസ്സിലാക്കിയിട്ട് നമുക്ക് അത് പഴയ പ്രീവിയസ് എന്തായിരുന്നോ അത് നമുക്ക് പെട്ടെന്ന് കിട്ടും. നമ്മളിപ്പോൾ എക്സലിലാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറഞ്ഞാൽ അതാണ്. ഒരാൾ എഡിറ്റ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അത് ആരാണ് എഡിറ്റ് ചെയ്തതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ഇത് നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കറിയാൻ പറ്റും ഇത് ആരാണിത് ചെയ്യുന്നത്, ആരാണ് ഈ ഷീറ്റിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കിവിടെ മുകളിൽ കാണിക്കും. അതും ഗൂഗിൾ ഷീറ്റിൻ്റെ ഒരു ഉപയോഗമാണ്. അടുത്തതായിട്ട് മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൽ നമുക്ക് എങ്ങനെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇമേജ് നമുക്ക് എങ്ങനെ ഈ കോളത്തിൽ കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ട് വേറൊന്നുമില്ല, നമുക്ക് ഫോട്ടോ കൊണ്ടുവരാനുള്ള സ്ഥലം ക്ലിക്ക് ചെയ്യുക, ഇൻസേർട്ട് കൊടുക്കുക, ഇമേജ്. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻ വരും, ഇൻസേർട്ട് ഇമേജ് ഇൻ സെല്ല്, ഇൻസേർട്ട് ഇമേജ് ഓവർ സെല്ല്. അപ്പോൾ നമുക്ക് ഇൻസെല്ലിൽ എന്ന് പറഞ്ഞാൽ ഇമേജ് ആ സെല്ലിനകത്താണ് കൊണ്ടുവരാനുള്ളത്. അപ്പോൾ നമ്മളവിടെ ബ്രൗസ് ചെയ്യുക, ഏതെങ്കിലും ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നു, അത് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് അത് അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്ലോഡ് ആകുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നില്ല, ചെറിയതാണ്. അപ്പോൾ അത് എന്ത് ചെയ്യുക, ആ കോളം ഒന്ന് ജസ്റ്റ് വലുതായി കൊടുക്കുക. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇത് നമ്മുടെ മെയിൻ കോളമായിട്ട് ഇതേ അനുസരിച്ച് ബാക്കി എല്ലാം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ കോളങ്ങളെല്ലാം ഒന്ന് സെലക്ട് ചെയ്യുക. താഴോട്ട് നമ്മളിങ്ങനെ വലിച്ച് ഇട്ട് കഴിഞ്ഞ് ഇതിന് ഓക്കെ, ഇത്രേ ഉള്ളൂ. അത് നമുക്ക് ഓരോന്നും നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഓരോന്നും അതിൻ്റേതായ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 2ാമത്തെ എപ്പിസോഡാണിത്. ഇനിയും വീഡിയോകൾ ഈ ഗൂഗിൾ ഷീറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവിനെ കുറിച്ചും ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും ഈ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
കാരണം വളരെ സബ്സ്ക്രൈബ് ചെയ്തവരുടെ എണ്ണം വളരെ കുറവാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.